ഹായ് ഓൾ, ഐപ്ലസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അസിസ്റ്റൻറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടറിൻ്റെ 8ാമത്തെ മൊഡ്യൂൾ, അതായത് സിലബസ് നവീകരിച്ച സിലബസിന് പ്രകാരമുള്ള 8ാമത്തെ മൊഡ്യൂളാണ് നമ്മളിന്ന് ക്ലാസ് എടുക്കുന്നത്. അതായത് പഴയ സിലബസ് നമുക്ക് കുറേ കാര്യങ്ങൾ ഔസ്റ്റഡ് ആയിപ്പോയി, നമുക്ക് പുതിയതിൽ അപ്പോൾ നമ്മൾ പഴയ ഒരു സിലബസ് മാറിയെന്ന് വെച്ചിട്ട് അതിനെ ഭയത്തോടെ നേരിടുകയല്ല വേണ്ടുന്നത്. പുതിയ സിലബസ് വന്നപ്പോൾ നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കാൻ പറ്റും അല്ലേ. പുതിയ നമ്മൾ ഒരുപാട് മൈനർ ആക്ട്സ് ഇൻക്ലൂഡ് ചെയ്തൊരു മൊഡ്യൂളാണ് മൊഡ്യൂൾ 8 എന്ന് പറയുന്നത്. നമ്മൾ കേട്ടിട്ടില്ലാത്ത പല ആക്റ്റുകളും ഇതിനകത്തുണ്ട്. നമുക്ക് ചില ചെറിയ ബില്ലുകളെ കുറിച്ചൊക്കെ പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അറിയാനുള്ള, ഞാൻ കേട്ടിട്ടില്ല എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ കോളേജിൽ പഠിക്കുക, നമ്മുടെ കരിക്കുലത്തിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത കുറച്ച് മൈനർ ആക്ട്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അറിയാനൊരു ശ്രമം നടത്തുക. അതിനെ ഒരു വലിയൊരു മൊഡ്യൂളായിട്ട് ട്രീറ്റ് ചെയ്യരുത്. ഒരു സാധാ മൊഡ്യൂൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കുന്നു. ഓക്കെ, അത് അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമ്മൾ പഠിക്കുന്നത് ഗ്രാമന്യായാലയ ആക്റ്റാണ്. അതായത് അതിനകത്ത് 2008 ഒരു ഗ്രാമന്യായാലയ ആക്ടിനെ കുറിച്ച് പറയുന്നുണ്ട് മൊഡ്യൂൾ 8. ഓക്കെ, അപ്പോൾ ഈ ഗ്രാമന്യായാലയ ആക്ട് എന്തിനു വേണ്ടി, നമ്മളിത് സിമ്പിളായിട്ട് വേണം മനസ്സിലാക്കാനായിട്ട്. അതായത് ഈ ആക്ട് എന്തിനു വേണ്ടി വന്നു, ഇതിൻ്റെ പർപ്പസ് എന്താണ്, അതുപോലെ തന്നെ ഇത് ആരൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിഷ്യറീസ്, ആരെയാണ് അവിടുത്തെ പ്രിസൈഡിങ് ഓഫീസറായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ, അപ്പോൾ നമുക്കതിലേക്ക് കടക്കാം. ദ ഗ്രാമന്യായാലയസ് ആക്ട് 2008 വാസ് എനാക്റ്റഡ് വിത്ത് ദി ഒബ്ജക്റ്റീവ് ഓഫ് ബ്രിങ്ങിങ് ജസ്റ്റിസ്. അതായത് ഇതിൻ്റെ പർപ്പസ് എന്താണ്, ബ്രിങ്ങിങ് ജസ്റ്റിസ് ആണ്. ആക്സസ് ടു ജസ്റ്റിസ് ആർട്ടിക്കിൾ 39A ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഇതിലിനി തുടർന്ന് പരാമർശിക്കും അതെന്താണെന്നുള്ളത്. ആർട്ടിക്കിൾ 39A പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഫ്രീ ലീഗൽ എയ്ഡ് കേട്ടോ, നമ്മൾ ഫ്രീ ലീഗൽ എയ്ഡ് കൊടുക്കുക എന്നുള്ളൊരു സംഭവമുണ്ട് അല്ലേ. കുറച്ച് ആക്സസ് ജസ്റ്റിസിൻ്റെ ഭാഗമായിട്ട് എല്ലാവർക്കും സൗജന്യമായിട്ടുള്ള നിയമസഹായം കൊടുക്കുക, സ്പീഡി ജസ്റ്റിസ് കൊടുക്കുക. എന്തിനാണിത്? സ്പീഡായിട്ടുള്ളൊരു ജസ്റ്റിസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗ്രാമന്യായാലയ ആക്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ തന്നെ അങ്ങനെ പറയാം. അപ്പോൾ ഇത് ഗ്രാമന്യായാലയ ആക്ട് 2008 വാസ് ഇനാക്റ്റഡ് വിത്ത് ദി ഒബ്ജക്റ്റീവ് ഓഫ് ബ്രിങ്ങിങ് ജസ്റ്റിസ്. അതായത് ഒരു നീതി അല്ലേ, നമുക്കൊരു നീതി കൊണ്ടുവരിക, ക്ലോസർ ടു റൂറൽ പോപ്പുലേഷൻ അതായത് എന്താണ് ഇതാരെയാണ് ഇതിൻ്റെ ബെനിഫിഷ്യറി? റൂറൽ പോപ്പുലേഷനാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു അർബൻ ഏരിയയിലുള്ള ആളുകളെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അർബൻ ഭാഗത്തുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടോ അല്ല, പുവറായിട്ടുള്ള നമ്മുടെ റൂറൽ ഏരിയയിൽ താമസിക്കുന്ന സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു നിയമ സംവിധാനം അല്ലേ. റൂറൽ പോപ്പുലേഷൻസ് ബൈ എസ്റ്റാബ്ലിഷിംഗ് വില്ലേജ് ലെവൽ കോഡ്സ് നോൺ ആസ് ഗ്രാമന്യായാലയസ്. അതായത് ഒരു സ്പീഡി ജസ്റ്റിസിൻ്റെയൊക്കെ ഭാഗമായിട്ട് വില്ലേജ് ഏരിയയിലുള്ള ആളുകൾക്ക് അതൊരു റൂറൽ പോപ്പുലേഷനെ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കൊരു കോടതി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അതിനെ ഗ്രാമന്യായാലയ എന്ന് വിളിക്കുന്നു. ഓക്കെ ആണല്ലോ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഇനി നമ്മൾ ദ ആക്ട് റെപ്രസെൻറ്റ്സ് ആൻ ഇമ്പോർട്ടൻ്റ് അറ്റംപ്റ്റ് ബൈ ദ ഇന്ത്യൻ ലെജിസ്ലേച്ചർ ടു സ്ട്രെങ്തൻ ആക്സസ് ടു ജസ്റ്റിസ്. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഇന്ത്യൻ നീതിന്യായ സംവിധാനത്തിൻ്റെ ആക്സസ് ടു ജസ്റ്റിസ്. അപ്പം ഞാൻ ആ പോയിന്റ് ആദ്യം തന്നെ പറഞ്ഞിരുന്നല്ലോ, നമ്മൾ ആക്സസ് ടു ജസ്റ്റിസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റാണ്. റെഡ്യൂസ് ഡിലൈസ് ഇൻ ലിറ്റിഗേഷൻ അല്ലേ. അതായത് നമ്മളിപ്പോൾ ഒരു ബണ്ടിൽ ഓഫ് കേസുകൾ ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ് കോടതിയിൽ. നിങ്ങൾ ആ അവസ്ഥയൊന്ന് ചിന്തിച്ചേ. ആർക്കും ഒരു നിയമവും ഇല്ല, നീതിയില്ല. മനസ്സിലായോ? ആ ഒരു സിറ്റുവേഷൻ ഇറ്റ്സ് പതറ്റിക്. നമുക്കറിയാം അതൊരിക്കലും ഒരു ഗുഡ് സിറ്റുവേഷൻ അല്ല. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് access to justice, reduce delays in litigation and provide affordable dispute resolution. അതായത് നമ്മളിപ്പോൾ നീതിന്യായമൊക്കെ കൊടുക്കുന്നു, ഈ ആളുകൾക്ക് അഫോർഡബിൾ ആയിരിക്കണ്ടേ. അപ്പോൾ അഫോർഡബിൾ ഇപ്പോൾ നമുക്ക് അല്ലാതെയുള്ള കാര്യങ്ങൾ തന്നെ ചിന്തിക്കാം. നമ്മൾ ഒരു സ്റ്റാമ്പ് ഡ്യൂട്ടി അല്ലേ, കോർട്ട് ഫീസ് ആക്ട് പ്രകാരം നമ്മൾ കോർട്ട് ഫീസ് കെട്ടേണ്ടതായിട്ടുണ്ട്. എന്തുമാത്രം കോർട്ട് ഫീസ് ആയിരിക്കും വരുന്നത് പലതിനും അല്ലേ. ഇപ്പോൾ എല്ലാം കോർട്ട് ഫീസ് സ്റ്റാമ്പിനെല്ലാം പൈസ കൂടിയിരിക്കുക. അപ്പോൾ ഇതെല്ലാം അമെൻമെൻറ്റ് വന്നു. പഴയ കോർട്ട് ഫീ ഒന്നും അല്ല ഇപ്പം നടപടികൾക്ക് വാങ്ങിക്കുന്നത്. അപ്പോൾ ആൻഡ് പ്രൊവൈഡ് അഫോർഡബിൾ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ ടു പീപ്പിൾ ലിവിങ് ഇൻ വില്ലേജസ് ആൻഡ് റിമോട്ട് ഏരിയാസ്. വില്ലേജസിലും റിമോട്ട് ഏരിയാസിലുമുള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ നിയമം നിലകൊള്ളുന്നത്. ഇപ്പോൾ ഇത്രയും ഓക്കെ ആണല്ലോ. അപ്പം നിങ്ങൾക്ക് ഒരു 2-3 വാക്കുകളെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ പതിഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഇതൊരു ആക്സസ് ജസ്റ്റിസിൻ്റെ ഭാഗമായിട്ടാണ്, റൂറൽ ഏരിയാസിനെ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ഒരു കോടതി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ആ കോടതി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനെ ഗ്രാമന്യായാലയ എന്ന് പറയുന്നു. ഇത്രയും
അത്രയും നമുക്ക് മനസ്സിലുണ്ട്. ഇത്രയൊക്കെ മതി. നമ്മൾ ഇതിൻ്റെ ഒരു ഇൻഡെപ്തിലേക്കൊന്നും നമ്മൾ ഈ ഒരു ഓരോ ഇതും എടുത്ത് നോക്കണ്ട. നമുക്ക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അത്രയും നിങ്ങൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ദ ആക്ട് ഈസ് റൂട്ടഡ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷണൽ ഫിലോസഫി ഓഫ് സോഷ്യൽ ജസ്റ്റിസ്. ഈ ആക്ട് എന്താണ് റൂട്ട് ചെയ്യുന്നത്? ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഫിലോസഫിയാണ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഈക്വൽ ആക്സസ്. ഈ സോഷ്യൽ ജസ്റ്റിസ് നിങ്ങളിവിടെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നമ്മൾ എവിടെയുണ്ട് ഇതെല്ലാം? വെൻ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിങ് സോളമൻലി റിസോൾവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻറ്റു എ സോവറിൻ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആൻഡ് ആക്സസ് ടു ജസ്റ്റിസ്. ആർക്കൊക്കെയാണ് ജസ്റ്റിസ് കൊടുക്കുന്നത്? എന്തൊക്കെയാണ്? ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി, ജസ്റ്റിസ്, അല്ലേ? ഇങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അതിനകത്തൊന്ന് പെടുന്നതാണ് ഈ സോഷ്യൽ ജസ്റ്റിസ്. ആൻഡ് ഈക്വൽ ആക്സസ് ടു ജസ്റ്റിസ്. ഓൾദോ ഇന്ത്യ പോസസ് വൺ ഓഫ് ദി ലാർജസ്റ്റ് ജുഡീഷ്യൽ സിസ്റ്റം ഇൻ ദ വേൾഡ്. കാരണം നമുക്കറിയാം ബൃഹത്തായ ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത്, അല്ലേ? നമ്മൾ പലയിടത്തുനിന്നും ബോറോ ചെയ്തിട്ട് നമ്മുടെ ഭരണഘടന ഭയങ്കര വലിയൊരു ഭരണഘടനയാണ്. നമുക്കിപ്പോൾ മറ്റുള്ള ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ അൺറിട്ടൺ ആണ്. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിലൊക്കെ വളരെ കുറച്ച് ആർട്ടിക്കിൾസേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എത്ര 495+ ഒക്കെ പോയിട്ടുണ്ട്, അല്ലേ? പലതും അമെൻഡ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇന്ത്യയിലെ ഒരു വൺ ഓഫ് ദി ലാർജസ്റ്റ് ജുഡീഷ്യൽ സിസ്റ്റമാണ് നമുക്കുള്ളത് ഇൻ ദി വേൾഡ്. എ സിഗ്നിഫിക്കൻറ്റ് പോർഷൻ ഓഫ് ദി റൂറൽ പോപ്പുലേഷൻ ഹാസ് ഹിസ്റ്റോറിക്കലി ഫേസ്ഡ് ഡിഫിക്കൽട്ടീസ് ഇൻ ആക്സസിങ് കോർട്സ് ബിക്കോസ് ഓഫ് ഡിസ്റ്റൻസ്. നമുക്ക് കോടതികളെ അഭിമുഖീകരിക്കാൻ ആളുകൾക്ക് വളരെയധികം ഭയമാണ്. ഒന്നാമത്തെ കാര്യം, അവർക്ക് എത്രമാത്രം എമൗണ്ട് ചിലവാകും. പിന്നെ ഡിലൈഡ് ജസ്റ്റിസ് ആയിരിക്കുമോ കിട്ടുന്നത്? ഒരു 100 കൂട്ടം ചോദ്യങ്ങൾ. നമുക്കിപ്പോൾ ഒരു കോടതിയിൽ ഒരു കേസ് വരുമ്പോൾ തന്നെ ഇതിന് എന്ത് തീരാനാ എന്നല്ലേ ആളുകൾ ചിന്തിക്കുക. അപ്പോൾ ഡിഫിക്കൽട്ടീസ് ഇൻ ആക്സസിങ് കോർട്സ് ബിക്കോസ് ഓഫ് ഡിസ്റ്റൻസ്, ലിറ്റിഗേഷൻ കോസ്റ്റ്, പ്രൊസീജറൽ കോംപ്ലക്സിറ്റി, ഇല്ലട്രസി ആൻഡ് ഡിലേസ്. പിന്നെ ആളുകൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു അറിവിൻ്റെ കുറവുണ്ട്. എന്താണ്, അല്ലേ, നിയമപരമായിട്ടുള്ള ഇപ്പം ഒരു ലേമാനെ സംബന്ധിച്ചിടത്തോളം അവർക്കത് ഉണ്ടാവണം എന്നില്ല. The Gram Nyayalayas Act seeks to address these concerns by creating decentralized courts at the grassroots level. അപ്പോൾ ഒരു അധികാര വികേന്ദ്രീകരണം, അതാണ് ഈ ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എന്തുകൊണ്ട് നമ്മളുടെ സാധാരണ ആളുകൾക്ക് വേണ്ടി ഒരു ഡീസെൻട്രലൈസേഷൻ നടപ്പാക്കിയിട്ട് അധികാര വികേന്ദ്രീകരണം നടപ്പാക്കിയിട്ട് താഴെ ലെവലിലേക്ക് ആളുകൾക്ക് നീതി എത്തിച്ചുകൂടാ എന്നൊരു ചോദ്യത്തിൻ്റെ ഭാഗമായിട്ടാണ്, അതിൻ്റെ ഉത്തരത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ ഗ്രാം ന്യായാലയ കോടതികളെ എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഓക്കെ, these courts are designed to function as people's courts capable of resolving both the civil and criminal dispute. ഇതൊരു ജനകീയ കോടതി, ജനങ്ങളുടെ കോടതിയാണ്. അവിടെ എന്താണ് പ്രത്യേകത? സിവിൽ കേസുകളും ക്രിമിനൽ കേസുകളും പരിഗണിക്കപ്പെടും while maintaining judicial standards. അതായത് ഒരു ജുഡീഷ്യൽ സ്റ്റാൻഡേർഡ്സിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ സിവിൽ കോടതികളും ക്രിമിനൽ കോടതികളും എവിടെയുണ്ട്? ഗ്രാമന്യായാലയിൽ. സിവിൽ കേസുകളും ക്രിമിനൽ കേസുകളും ഗ്രാമന്യായാലയ ഡീൽ ചെയ്യുന്നു. ഇത് ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 2 ഒക്ടോബർ 2009. നമ്മളിപ്പോൾ അസിസ്റ്റൻറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടറിൻ്റെ എക്സാമിന് ആക്ട് എൻഫോഴ്സ് ചെയ്ത ഡേറ്റും കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ ഡേറ്റും ഒന്നും ചോദിക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? നമുക്കതും അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് നിങ്ങളിതും കൂടെ ഓർത്ത് വെക്കുക. 2 ഒക്ടോബർ 2009 നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഈ ഒരു പോയിന്റിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ നോട്ടൊക്കെ ഒരു തവണയൊക്കെ വായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, ക്ലാസ് അല്ലെങ്കിൽ ഒരു തവണ കേട്ടിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഓപ്ഷൻസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ആൻസർ എന്തായിരുന്നു എന്ന്. അപ്പം ആ ഒരു രീതി വേണം മനസ്സിലാക്കാനായിട്ട്. 2 ഒക്ടോബർ 2009 ഈ ആക്ട് നിലവിൽ വന്നത്. ത്രൂ ഔട്ട് ഇന്ത്യ എക്സെപ്റ്റ് വെയർ സ്പെസിഫിക്കലി എക്സ്ക്ലൂഡഡ് ബൈ ലോ. അതായത് എവിടെയെങ്കിലും എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് പണ്ട് ജമ്മു കാശ്മീരൊക്കെ എക്സ്ക്ലൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ നിലവിൽ നമുക്ക് 2019 സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് വന്നതിന് ശേഷം എല്ലാം ഇൻക്ലൂഡഡ് ആണ് അതിനകത്ത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്. ദ കോൺസെപ്റ്റ് ഓഫ് വില്ലേജ് കോഡ്സ് ഈസ് നോട്ട് ന്യൂ ടു ഇന്ത്യ. ഇതൊരു ന്യൂ കോൺസെപ്റ്റ് അല്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. ഏൻഷ്യൻ്റ് ഇന്ത്യൻ സൊസൈറ്റി റെക്കഗ്നൈസ്ഡ് ലോക്കൽ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ ത്രൂ വില്ലേജ് കൗൺസിൽസ്. നമ്മൾ ഈ പഴയ സിനിമകളൊക്കെ കാണുമ്പോഴേ അതിനകത്ത് ഈ വില്ലേജ് കോർട്ടൊക്കെ നമ്മൾ കാണാറുണ്ട്. ഒരു നാട്ടു പ്രമാണി പോലെ ഒരാൾ ഇരുന്ന് ഇതൊക്കെ കേൾക്കുന്നു, ഇത് പരിഹരിക്കുന്നു. നമ്മൾ പഴയ ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു 80s 90s ഫിലിംസിലൊക്കെ ഇങ്ങനൊരു സംവിധാനം ഉണ്ട്. ഓക്കെ, അപ്പോൾ ത്രൂ
village councils and panchayat, traditionally disputes relating to land, family matters, debts and minor offences were often resolved within the village community. അതായത് ഇപ്പം ഒരു ഫാമിലി വിഷയം, ഒരു കുടുംബ പ്രശ്നത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഒരു കടബാധ്യതയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഒരു ഭൂമി തർക്കത്തെക്കുറിച്ചോ ഒക്കെ ഈ ഒരു മൈനറായിട്ടുള്ള ഒഫൻസുകൾ അല്ലെ, രണ്ടുപേര് തമ്മിൽ ചെറിയ രീതിയിൽ അടികൂടി, അത് വലിയ ഗ്രേവ് ഒഫൻസ് അല്ല, ഒരുവൻ്റെ തല അടിച്ചു പൊട്ടിച്ചാലൊന്നും ഗ്രാമനായാലും പോയിട്ട് കാര്യമില്ല, അല്ലാതെ മൈനറായിട്ടുള്ള ഒഫൻസ് അല്ലേ, മൈനർ ഒഫൻസ് വെച്ചിട്ടുള്ള ഇത് അവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടായി, ഒരു അഫ്ര ഉണ്ടായി. അഫ്ര എന്ന് പറയുമ്പോൾ എന്താ, 1 or more പേഴ്സൺ എന്താണ് ഒരു പൊതുസ്ഥലത്ത് വെച്ചിട്ട് പബ്ലിക് റാങ്കിലോട്ട് ഡിസ്പ്യൂട്ട് ചെയ്യുമ്പോഴാണ് അത് അഫ്രയായിട്ട് പറയുന്നത്. നമ്മൾ ഇന്ത്യൻ പീനൽ കോഡും ഭാരതീയ ന്യായ സംഹിതയും കറസ്പോണ്ടിങ് ആയിട്ട് അത് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഒഫൻസുകൾ, മൈനർ ഒഫൻസുകൾ എവിടെ ഈ വില്ലേജ് കോടതികൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. അത് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നതാണ് വില്ലേജ് കമ്മ്യൂണിറ്റി. ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് സെവറൽ കമ്മിറ്റീസ് എംബസൈസ് ദ നീഡ് ഫോർ ലോക്കൽ കോഡ്സ്. പക്ഷേ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുകയും ഇങ്ങനെ ലോക്കൽ കോടതികൾ വേണം. നമുക്ക് ഇപ്പം ഒരു ദൂരെയുള്ള ഒരു കോടതിയെ സമീപിക്കുന്നതിലും പരിസര പ്രദേശത്ത് തന്നെ അതിനുള്ള സംവിധാനം വേണമെന്നുള്ളൊരു നിർബന്ധം വന്നു. The most significant recommendation came from the Law Commission of India ആണല്ലോ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ റെക്കോർഡ്സ് കളക്ട് ചെയ്യുകയും ഡിസ്പ്യൂട്ടുകളെ റിസോൾവ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ഏതാണ് ഒരു നിയമം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ ചെയ്യുന്നത്. വിച്ച് റിപ്പീറ്റഡ്ലി എംബസൈസ്ഡ് ദ നീഡ് ഫോർ വില്ലേജ് ലെവൽ ജുഡീഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. റിപ്പീറ്റഡ്ലി എന്നതിനെ കുറിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരു വില്ലേജ് ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വേണമെന്ന് പറഞ്ഞു. ദ ലോ കമ്മീഷൻ ഓഫ് ഇന്ത്യ റെക്കമെൻഡഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഗ്രാമന്യായാലയസ് ടു ഇംപ്രൂവ് ആക്സസ് ടു ജസ്റ്റിസ് ആൻഡ് റെഡ്യൂസ് ബർഡൻ ഓൺ റെഗുലർ കോഡ്സ്. അതായത് ഒരു റെഗുലർ ആയിട്ടുള്ള കോടതികളുടെ ബർഡൻ കുറയ്ക്കുക. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ കൂടെ ഉദ്ദേശിച്ചാണ്. ദ ആക്ട് ഈസ് ദെയർ ഫോർ ദ ലെജിസ്ലേറ്റീവ് റിയലൈസേഷൻ ഓഫ് ഡെക്കേഡ്സ് ഓഫ് ജുഡീഷ്യൽ റിഫോംസ് ഡിസ്കഷൻ. അതായത് കുറേ വർഷങ്ങളായിട്ടുള്ള എന്താണ് ഒരു ആവശ്യമാണ് ഈ ഒരു ആക്ട് പരിഹരിച്ചത്. ഓക്കെ ആണേ. ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇപ്പം ഇത്രയും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. എന്താണ് ഈ ഇപ്പോൾ ഒരു ഐഡിയ ഉണ്ട്. ഇപ്പം നമുക്ക് ഗ്രാമന്യായാലയെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഗസ് വർക്ക് അനാവശ്യമായിട്ട് ചെയ്യരുത്. പക്ഷേ നിങ്ങൾക്ക് ഈ എൻ്റെ ആക്ടിനെ കുറിച്ചൊരു ധാരണ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ആൻസർ എഴുതാൻ പറ്റും. അത് ഉറപ്പാണ്. കാരണം നമ്മളൊരു എൻ്റയർ ആക്ട് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ എവിടെയൊക്കെ എന്താണ് കിടക്കുന്നത്. ഇപ്പോൾ ഇതിലിപ്പോൾ ഇനി നിങ്ങൾ സമ്മറി ട്രയലിനെ കുറിച്ചൊക്കെ പഠിക്കും. ഈ സമ്മറി ട്രയലാണ് ഗ്രാമന്യായാലയം കൈകാര്യം ചെയ്യുന്നത്. നമ്മുടെ CRPC ചാപ്റ്റർ 21 പറയുന്ന 261, 262, 263 ഏരിയയിൽ പറയുന്ന CRPC ആണ് ഞാൻ പറഞ്ഞത്. ആ ഏരിയയിൽ പറയുന്ന സമ്മറി പ്രൊസീജിയറാണ്. പ്ലീ ബാർഗൈനിങ് 21A CRPC പ്രകാരമുള്ളത് ഇവിടെ നടക്കും. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഈ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ നിങ്ങൾ എക്സാമിന് അപ്രോച്ച് ചെയ്തിരിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ OMR നിങ്ങളുടെ മുമ്പിലെത്തുന്നു, ക്വസ്റ്റ്യൻ പേപ്പർ എത്തുന്നു. ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോൾ നമുക്ക് ഓപ്ഷനിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ ഒരു ഐഡിയ വരും എന്താണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ നമ്മൾ ആ ഒരു ഇതായിട്ട് ഇത് പഠിച്ചു തീർക്കുക. ഈ ഒരു അപ്രോച്ചോട് കൂടി എടുത്താൽ മാത്രമേ നമുക്കത് പഠിച്ചു തീർക്കാൻ കഴിയൂ. അല്ലാതെ ഇതൊരു വലിയ സിലബസ് ആണ്, ഇത് ഹ്യൂജാണ്, ഇതിനകത്ത് നമുക്ക് തീർക്കാൻ പറ്റില്ല, ഇത് കുറഞ്ഞ സമയം കൊണ്ട് തീരുമോ, ഇങ്ങനെ കുറേ കൺഫ്യൂഷൻസ് നമുക്ക് സ്വാഭാവികമാണ് വരും. പക്ഷേ അതിനെ ഓവർകം ചെയ്യുന്നിടത്താണ് നമ്മുടെ വിക്ടറി എന്ന് പറഞ്ഞ സംഭവം ഉള്ളത്. ഓക്കെ, നമുക്കുള്ള സമയം വളരെ നന്നായിട്ട് ഉപയോഗിക്കുക. ഓക്കെ, The constitutional foundation of the Act can be traced to Article 39A. ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ 39A ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ ഡിസ്കസ് ചെയ്യുന്നത്. Article 39A directs the state to ensure that justice is not denied to any citizen because of economic or other disability. അതായത് നമുക്കൊരു സാമ്പത്തികപരമായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാമൂഹികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഒരു കാരണത്താൽ നമ്മൾ ഒരാൾക്ക് നീതി നടപ്പാക്കാതെയോ കൊടുക്കാതെയോ ഇരുന്നുകൂടാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നോക്കിയ ആർട്ടിക്കിൾ 39A, ദി ഗ്രാമന്യായാലയസ് ആക്ട് ഈസ് എ പ്രാക്ടിക്കൽ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദിസ് കോൺസ്റ്റിറ്റ്യൂഷണൽ മാൻഡേറ്റ്. അത് ഇതൊരു ഗ്രാമന്യായാലയ ആക്ട് എന്ന് പറയുന്നത് ഒരു പ്രാക്ടിക്കൽ ഇംപ്ലിമെൻറ്റേഷനാണ് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മാൻഡേറ്റ്, ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ദൗത്യത്തിൻ്റെ ഒരു പ്രാക്ടിക്കൽ ഇംപ്ലിമെൻറ്റേഷൻ കൂടിയാണ്. ദ ആക്ട് ഓൾസോ പ്രൊമോട്ട്സ് ഇക്വാലിറ്റി ബിഫോർ ലോ. എന്താണ് ഈ ആക്ട് പ്രൊമോട്ട് ചെയ്യുന്നത്? അതായത് തുല്യനീതി അല്ലേ, ഇക്വാലിറ്റി ബിഫോർ ലോ, ആക്സസ് ടു ജസ്റ്റിസ്. അതായത് നമ്മളിപ്പോൾ എല്ലാവർക്കും ഒരുപോലെ നീതി കൊടുക്കുക, അവർക്കൊരു ന്യായ സംവിധാനം കൊടുക്കുക, ഡീസെൻട്രലൈസ്ഡ് ഗവർണൻസ് അല്ലേ, അധികാര വികേന്ദ്രീകരണം നടപ്പിലാക്കുക. കാരണം പവറെല്ലാം കൂടെ ഒരേ
ഭാഗത്ത് വെച്ചിട്ട് നമ്മളിപ്പം പറയുകയാണ് ഹൈക്കോടതി മാത്രം ഇടപെട്ടാൽ മതി. അപ്പോൾ അങ്ങനെ പറയുമ്പം അതായത് ഇപ്പോൾ ഹൈക്കോടതി മാത്രം ഇടപെടേണ്ട മാറ്റേഴ്സ് ഉണ്ട്, റിട്ട് പെറ്റീഷൻ പോലെയുള്ള മാറ്ററുകളുണ്ട്, ക്രിമിനൽ അപ്പീലുകൾ, മുകളിൽ നിന്ന് ഉള്ള സിവിൽ അപ്പീലും ക്രിമിനൽ അപ്പീലും അതൊക്കെ ഉണ്ട്. അത് വിട്. അതല്ലാതെ പറയുകയാണ് നമ്മൾക്ക് താഴെ കോടതി ഒന്നും ചെയ്യാൻ അനുവദിക്കാതെ എല്ലാം ഹൈക്കോടതി ചെയ്താൽ മതി എന്ന് പറയുമ്പം അവിടെ എന്താ, അവിടെ ഒരു ഡീസെൻട്രലൈസേഷൻ നടന്നിട്ടില്ല അല്ലേ? നമ്മൾ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷനൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് ഈ പവർ ഡെലിഗേറ്റ് ചെയ്യുന്നൊരു സംഗതിയുണ്ട്. അപ്പം നമ്മൾ അപ്പം ആളുകൾ എന്ത് ചെയ്യണം, അപ്പോൾ അപ്രോച്ച് ചെയ്യേണ്ടുന്നത് ഹൈക്കോടതിയെ മാത്രമാവും. അപ്പോൾ താഴെ കോടതികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാതിരിക്കുന്നൊരവസ്ഥ, ആളുകൾക്ക് അവിടെ പോയി അപ്രോച്ച് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അതൊക്കെ ഭയങ്കര കലുഷിതമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഡീസെൻട്രലൈസേഷൻ, അതായത് താഴേക്ക് കൊണ്ടുവന്ന് വികേന്ദ്രീകരിച്ച് കൊടുക്കുക. ഓക്കെ, അതിനെ അങ്ങനെ വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തത്. സോഷ്യൽ ജസ്റ്റിസ്, ലീഗൽ എംപവർമെൻറ്റ് ഓഫ് റൂറൽ സിറ്റിസൺസ്, ദസ് the legislation is not merely procedural but reflects constitutional philosophy. ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഫിലോസഫിയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഒബ്ജക്റ്റീവ് ഓഫ് ദി ഗ്രാമനാലയ ആക്ട്, എന്താണ് ഈ ഒരു ആക്ടിൻ്റെ പ്രസക്തി, എന്താണ് ഈ ആക്ടിൻ്റെ ഉദ്ദേശം അല്ലേ? ഇത് ആക്ട് സീക്സ് ടു അച്ചീവ് സെവറൽ ഇമ്പോർട്ടൻറ്റ് ഗോൾസ്. ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗോൾസിനെ ഈ ഒരു ആക്ട് അച്ചീവ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഫസ്റ്റ്, ഇറ്റ് എയിംസ് ടു പ്രൊവൈഡ് ജസ്റ്റിസ് അറ്റ് ദി ഡോർ സ്റ്റെപ്സ് ഓഫ് റൂറൽ സിറ്റിസൺസ്. അതായത് ഞാനിപ്പോൾ ഒരു റൂറൽ ഏരിയയിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്കൊരു ഗ്രാമനാലയ കോടതിയെ സമീപിക്കാൻ കഴിയുമെങ്കിൽ എനിക്ക് എൻ്റെ ഒരു നീതിന്യായ സംവിധാനം എവിടെ എത്തി നിൽക്കുക, എൻ്റെ വീടിന് സമീപം തന്നെ നിൽക്കുക. മനസ്സിലായോ? എനിക്ക് ദൂരത്തേക്ക് പോകണ്ട. അതാണ് ഈ ജസ്റ്റിസ് അറ്റ് ഡോർ സ്റ്റെപ്സ്. സെക്കൻഡ്, ഇറ്റ് സീക്സ് ടു റെഡ്യൂസ് ലിറ്റിഗേഷൻ എക്സ്പെൻസ്. അതായത് ഇവരുടെ കോടതിക്ക് ഓരോ ലിമിറ്റ് ഉണ്ടല്ലോ. പെക്യൂനറി ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സിവിൽ കോടതിയിൽ സിവിൽ കേസുകളുടെയൊക്കെ പഠിച്ചിട്ടില്ലേ? സെക്ഷൻ 6 ഓഫ് ദി CPC പറയുന്നുണ്ട് പെക്യൂനറി ജൂറിസ്ഡിക്ഷൻ. അത് പലതരത്തിലുള്ള ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. സബ്ജക്ട് മാറ്റർ ജൂറിസ്ഡിക്ഷൻ ഉണ്ട്, ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ ഉണ്ട്, പെക്യൂനറി ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. ഇതിൽ നമ്മൾ എക്സ്പെൻസ് ഇപ്പം ഭയങ്കര ഇപ്പം ഒരു കൂടുതൽ ഇപ്പം അപ് ടു 10 ലാഖാണ് മുൻസിഫ് കോടതിയുടെ പെക്യൂനറി ജൂറിസ്ഡിക്ഷൻ. നമ്മൾ സബ് കോടതി വരുമ്പോഴത്തേക്കും അതിലും കൂടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ ഒരു എക്സ്പെൻസ് ആ ഒരു കോടതിക്ക് അനുസരിച്ച് ലിമിറ്റ് ചെയ്ത് നമ്മുടെ കയ്യിൽ നിന്നും അതേമാതിരി എക്സ്പെൻസ് ആവും. കാരണം കോർട്ട് ഫീ ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂടും അല്ലേ? ഓരോ രീതിക്കും പൈസ കൂടിക്കൊണ്ടേയിരിക്കും. സോ ഇറ്റ് ഇൻറ്റൻസ് ടു ഡിക്രീസ് പെൻഡൻസി ഇൻ റെഗുലർ കോഡ്സ്. അതായത് നമ്മളിപ്പോൾ ഒരു ഇപ്പം കോടതിയിൽ കേസ് ഇപ്പം പണ്ടെന്നൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും കേസ് കുറച്ച് ബേർഡനായിട്ട് കിടക്കുമായിരുന്നു. പക്ഷേ ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോടതികൾക്ക് തന്നെ കൃത്യമായിട്ടൊരു ധാരണയുണ്ട് ഇത്ര കേസുകൾ ആ ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റ് നടത്തണം എന്നുള്ളത്. ഫോർത്ത്, ഇറ്റ് പ്രൊമോട്ട് സ്പീഡി ഡിസ്പോസൽ ഓഫ് ഡിസ്പ്യൂട്ട്. ഇതിന് എല്ലാത്തിനും ഉപരി ഈ കോടതി ഉദ്ദേശമേ എന്താണ്? സ്പീഡി ഡിസ്പോസലാണ്. അതായത് പെട്ടെന്ന് കാര്യങ്ങൾ നീക്കുക, ഒരുപാട് നീർക്കിപ്പിച്ചിടാതെ അല്ലേ? ഫിഫ്ത്ത്, ഇറ്റ് എൻകറേജസ് കൺസീലിയേഷൻ ആൻഡ് സെറ്റിൽമെൻറ്റ് റാദർ ദാൻ പ്രൊലോങ്ഡ് അഡ്വേഴ്സറിയൽ ലിറ്റിഗേഷൻ. അതായത് ഇത് എൻകറേജ് ചെയ്യുന്നത് കൺസീലിയേഷൻ മീഡിയേഷനുമാണ്. ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ഒരു ഇപ്പോൾ സെക്ഷൻ 89 CPC പറയുന്ന പോലെ എന്താണ് 89 അല്ലേ CPCയുടെ ഏരിയയിൽ ആർബിട്രേഷൻ, കൺസീലിയേഷൻ, മീഡിയേഷൻ ഇതൊക്കെ പറയുന്നത്. അതിലെന്താ ഉദ്ദേശിക്കുന്നത്? അത് ഏറ്റവും കൂടുതൽ ഒരു അനുരഞ്ജനത്തിൻ്റെ പാതയിൽ ഒരു ചർച്ച ചെയ്ത് ഒരു ഡിസ്പ്യൂട്ടിനെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുക. അല്ലാതെ നമ്മളിപ്പം അവരെ മീഡിയേറ്റ് ചെയ്ത് അവർക്ക് രണ്ടുപേർക്കും ഒരു ഈക്വലായിട്ട് അവരെ നിങ്ങൾക്ക് ഇന്ന ഒരു സാഹചര്യമുണ്ട്, ഇന്ന രീതിയിൽ നമുക്ക് കേസ് സെറ്റിൽമെൻറ്റ് നടത്താം എന്നുള്ളൊരു കാര്യത്തിലേക്ക് എത്തുക. അല്ലാതെ കേസ് ഇങ്ങനെ പോസ്റ്റ്പോൺ ചെയ്ത് കുറച്ച് നാൾ അഡ്ജൺ ചെയ്ത് പോയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. സോ ഇറ്റ് സീക്സ് ടു സ്ട്രെങ്തൻ പബ്ലിക് കോൺഫിഡൻസ് ഇൻ ദ ജുഡീഷ്യൽ സിസ്റ്റം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ തമ്മിൽ തന്നെ പറയും ഇതൊരു ജുഡീഷ്യൽ സിസ്റ്റത്തിനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് സഹായിക്കും, നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റത്തിന് ഇതൊരു ഉപകാരമാണ്. അങ്ങനെ ദ അണ്ടർലൈങ് ഐഡിയ ഈസ് ദാറ്റ് ജസ്റ്റിസ് ഷുഡ് ട്രാവൽ ടു ദി പീപ്പിൾ റാദർ ദാൻ ഫോഴ്സിങ് പീപ്പിൾ ടു ട്രാവൽ ടു ജസ്റ്റിസ്. അതായത് ഇതൊരു നല്ലൊരു വാചകമാണ്. അതായത് എന്താണ് ഇതിൻ്റെ ഐഡിയ എന്ന് പറയുന്നത്? ട്രാവൽ ടു ദ ജസ്റ്റിസ് ഷുഡ് ട്രാവൽ ടു ദി പീപ്പിൾ. അതായത് നീതിന്യായ സംവിധാനം ആളുകൾക്ക് വേണ്ടി ആളുകളുടെ അടുത്തേക്കാണ് യാത്ര ചെയ്യേണ്ടുന്നത്. അല്ലാതെ ആളുകൾ ഈ നീതിന്യായ സംവിധാനത്തിന് വേണ്ടി ഓടുന്നൊരവസ്ഥയിലേക്ക് എത്തരുത്. മനസ്സിലായോ? അപ്പം നമ്മളിപ്പോൾ നമുക്ക് വേണ്ടി ഒരാൾ കൂടെ ഓടുന്നതും നമ്മളൊരാൾക്ക് വേണ്ടി കൂടെ ഓടുന്നതും തമ്മിലുള്ള വ്യത്യാസവും അന്തരവും ഉണ്ട്. അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഗ്രാമന്യായാലയ.
The Act empowers state government to establish ഗ്രാമനാലയസ് in consultation with the respective high court. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഇത് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം the Act empowers, ഇത് വെറുതെ അങ്ങ് വായിച്ചു വിടരുത്. The Act empowers state government to establish. അപ്പോൾ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത് ആരാ? സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. ഹൈക്കോടതിയാണോ ഗ്രാമനാലയം എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത്? അല്ല, ഇത് ഗ്രാമനാലയം എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്, ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദി റെസ്പെക്റ്റീവ് ഹൈക്കോർട്ട്. എന്തുമായിട്ട്? റെസ്പെക്റ്റീവായിട്ടുള്ള ഹൈക്കോർട്ടുമായിട്ട് കൺസൾട്ടേഷൻ നടത്തി, അല്ലേ? ഒരു അഭിപ്രായം, അതിനുള്ള അഭിപ്രായ സമന്വയം നടത്തിയിട്ട് എന്തിനാണ് ചെയ്യേണ്ടുന്നത്? നമ്മൾ ഹൈക്കോടതിയുടെ ആയിട്ടൊരു ചർച്ച ചെയ്ത് ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്, അതാത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് ഈ ഗ്രാമനാലയസ് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത്. ഓക്കെ ആണേ? ജനറലി വൺ ഗ്രാമനാലയ മേ ബി എസ്റ്റാബ്ലിഷ്ഡ് ഫോർ എ ഗ്രൂപ്പ് ഓഫ് പഞ്ചായത്ത് ഓർ ഇൻ്റർമീഡിയറ്റ് പഞ്ചായത്ത് ഏരിയാസ്. അതായത് ഒരു ഗ്രാമനാലയ ഒരു ഗ്രൂപ്പ് ഓഫ് പഞ്ചായത്തിന് വേണ്ടി, ഇപ്പം നമുക്കറിയാം ഒരു ജില്ല എന്ന് പറയുമ്പോൾ വിവിധ പഞ്ചായത്തുകൾ അടങ്ങുന്നതാണ് ഒരു ജില്ല, അല്ലേ? നമുക്കിപ്പോൾ എണ്ണം പറയാൻ പറ്റില്ല. ഇപ്പം കോട്ടയത്ത് ഇത്രയായിരിക്കും, കൊല്ലം ഇത്രയായിരിക്കും, അങ്ങനെ. അപ്പോൾ വിവിധങ്ങളായ ഒരു പഞ്ചായത്തുകളെ ചേർത്ത് ആ ഗ്രൂപ്പ് ഓഫ് പഞ്ചായത്തിന് വേണ്ടി ഒരു ഗ്രാമനാലയം പ്രവർത്തിക്കുന്നു. ഈസിയാണല്ലോ. അങ്ങനെ ഇത് ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ നോട്ടിഫിക്കേഷൻ ഇഷ്യൂഡ് ബൈ ദി സ്റ്റേറ്റ് ഗവൺമെൻറ്. ഞാനിപ്പം എറണാകുളത്ത് നിൽക്കുകയാണെന്ന് വിചാരിക്കുക. ഞാൻ എറണാകുളത്ത് റൈസ് ചെയ്തൊരു മാറ്റർ, എറണാകുളത്താണ് എല്ലാം, അതിൻ്റെ കേസ് ഫയൽ ചെയ്യേണ്ടത് എറണാകുളം ജില്ലയിലാണ്, അതിൽ തർക്കമില്ല. ഞാൻ കൊല്ലത്ത് കൊണ്ടുവന്ന് സ്യൂട്ട് ഫയൽ ചെയ്യുന്നു. അത് എന്താണ്? അത് ഒരിക്കലും പോസിബിൾ അല്ല. അപ്പോൾ ഈ ഓരോരോ ടെറിട്ടറി ഉണ്ട്. നമ്മളൊരു കേസ് ഫയൽ ചെയ്യും, നേരത്തെ പറഞ്ഞില്ലേ, ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ, സബ്ജക്റ്റ് മാറ്റർ ജൂറിസ്ഡിക്ഷൻ, പെക്യൂനറി ജൂറിസ്ഡിക്ഷൻ, ഇങ്ങനെ ഇതെല്ലാം കണക്കിലെടുത്താണ് നമ്മൾ ചുമ്മാ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ഒരു കോടതി കേസ് ഫയൽ ചെയ്യുന്നത്. അത് അനുവദനീയമല്ല. ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി നോട്ടിഫിക്കേഷൻ ഇഷ്യൂഡ് ബൈ ദി സ്റ്റേറ്റ് ഗവൺമെൻറ്. ഇത് എന്താണ്? ഒരു നോട്ടിഫിക്കേഷൻ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇഷ്യൂ എന്നതിന് പ്രകാരമാണ്. ദി ലൊക്കേഷൻ ഓഫ് ദി ഗ്രാമനാലയ ഈസ് സെലക്ടഡ് വിത്ത് ദി ഒബ്ജക്റ്റീവ് ഓഫ് മാക്സിമൈസിങ് ആക്സസിബിലിറ്റി ഫോർ റൂറൽ റെസിഡൻസ്. അതായത് നമുക്കിപ്പം ഒരു ലൊക്കേഷൻ, ഇപ്പോൾ ഒരു കുന്നിൻ്റെ പുറത്ത് എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഒരു ഗ്രാമനാലയം എസ്റ്റാബ്ലിഷ് ചെയ്യുക, ഇറ്റ് ഈസ് നോട്ട് ഫെയർ. അതായത് ആളുകൾക്ക് എത്താൻ പറ്റണം. പക്ഷേ പല ഗ്രാമനാലയങ്ങളും എവിടെയാണ്? നമുക്ക് കുറച്ച് എത്തിപ്പെടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഏരിയയിൽ തന്നെയാണ്. നിങ്ങൾക്ക് അത് ചിന്തിച്ച് പ്രാക്ടീസ് ചെയ്യുന്നവരെ സംബന്ധിച്ച് അറിയാൻ കഴിയും. പലയിടത്തും നമുക്ക് പെട്ടെന്ന് ചാടി പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലായിരിക്കത്തില്ല. പക്ഷേ ഇതാണ് അതിൻ്റെ കൺസെപ്റ്റ്. ദിസ് ഡീസെൻട്രലൈസ്ഡ് സ്ട്രക്ചർ ഡിസ്റ്റിങ്ക്വിഷസ് ഗ്രാമനാലയസ് ഫ്രം ഓർഡിനറി കോർട്സ് സിറ്റുവേറ്റഡ് ഇൻ ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സ്. അത്രയേ ഉള്ളൂ. നേച്ചർ ഓഫ് ഗ്രാമനാലയ. എ ഗ്രാമനാലയ ഈസ് നോട്ട് ആൻ ഇൻഫോർമൽ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ ബോഡി. ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ ബോഡി ഒന്നും അല്ല ഗ്രാമനാലയ. ഇറ്റ്സ് എ റെഗുലർ ജുഡീഷ്യൽ കോർട്ട്. ഇതൊരു റെഗുലർ ആയിട്ടുള്ള ഒരു ജുഡീഷ്യൽ കോർട്ടാണ്. എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ സ്റ്റാറ്റ്യൂട്ട്. നമ്മൾ സ്റ്റാറ്റ്യൂട്ട് പ്രകാരം ഒരു റെഗുലർ കോടതി തന്നെയാണ്, അല്ലാതെ ഇതൊരു ടെമ്പററി കോടതിയൊന്നും അല്ല. ഓക്കെ, ഇറ്റ്സ് ഡിസിഷൻ പോസസ് ലീഗൽ ഫോഴ്സ് ആൻഡ് എൻഫോഴ്സിബിലിറ്റി. ഇതിൻ്റെ ഒരു ലീഗൽ ഫോഴ്സും ഉണ്ട്, എൻഫോഴ്സിബിലിറ്റിയും ഉണ്ട്. ദ കോർട്ട് എക്സസൈസ് ബോത്ത്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സിവിൽ ആൻഡ് ക്രിമിനൽ ജൂറിസ്ഡിക്ഷൻ, ക്രിമിനൽ ആൻഡ് സിവിൽ ജൂറിസ്ഡിക്ഷൻ. അപ്പോൾ മറക്കരുത്, നമുക്കിപ്പോൾ ഒബ്ജക്റ്റീവ് ലെവലിൽ ചോദിക്കാം, ഇപ്പം ഗ്രാമനാലയ ആക്ട് കൈകാര്യം ചെയ്യുന്ന എന്ത് മാറ്റർ ഓഫ് ഡിസ്പ്യൂട്ടാണെന്ന്. നമ്മളിപ്പം പെട്ടെന്ന് ഗ്രാമനാലയല്ലേ, അത് സാധാ സിമ്പിൾ ലെവലാണല്ലോ, അപ്പം മൈനറായിട്ടുള്ള സിവിൽ കേസുകളൊക്കെ ആയിരിക്കും കൈകാര്യം ചെയ്യുന്നത് എന്നൊരു ധാരണയിൽ ഉത്തരവെഴുതാൻ പോകരുത്. അല്ലെങ്കിൽ തിരിച്ചു, മൈനറായിട്ടുള്ള ക്രിമിനൽ ഒഫൻസ് അല്ല, ബോത്ത് സിവിൽ ആൻഡ് ക്രിമിനൽ ഒഫൻസസ് കൈകാര്യം ചെയ്യാൻ ആർക്ക് അധികാരമുണ്ട്? ഗ്രാമനാലയയ്ക്ക് അധികാരമുണ്ട്. ഓക്കെ ആണേ? ദെയർഫോർ ഗ്രാമനാലയാസ് ഫോം പാർട്ട് ഓഫ് ദി ഫോർമൽ ജുഡീഷ്യൽ ഹൈറാർക്കി റാദർ ദാൻ ഓൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇനി ന്യായാധികാരി, പ്രിസൈഡിംഗ് ഓഫീസർ. നമ്മളിപ്പം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ്, മുൻസിഫ്, മജിസ്ട്രേറ്റ്, സബ് ജഡ്ജ്, CJM, ഇങ്ങനെയൊക്കെ ഓരോ പേരുകളിൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ പ്രിസൈഡിംഗ് ഓഫീസറിനെ നമ്മൾ CJM എന്ന് വിളിക്കുന്നു, അല്ലേ? CJM ആണ്, ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആണ് എന്ന് പറയുന്നു. ഇപ്പം നമ്മൾ അഡീഷണൽ ആൻഡ് ഡിസ്ട്രിക്ട് സെഷൻസ് ജഡ്ജ്, അല്ലേ? അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജ് നമ്മൾ പറയാറുണ്ട്. ക്രിമിനൽ മാറ്റേഴ്സ് കൈകാര്യം ചെയ്യുന്നു, അത് കോർട്ട് ഓഫ് അപ്പീലും കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ. പിന്നെ ഡിസ്ട്രിക്ട് ജഡ്ജ്, ഇങ്ങനെ പല പേരുകളിൽ നമ്മൾ വിളിക്കുന്നു. പണ്ട് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് ഉണ്ടായിരുന്നു, BNSS വന്നപ്പോഴത്തേക്കും മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റിനെയൊക്കെ എടുത്ത് കളഞ്ഞു. ഇപ്പം ആ ഒരു കാറ്റഗറി ഇല്ല. അസിസ്റ്റൻറ്റ് സെഷൻസ് ജഡ്ജ് ഇല്ല, ഇപ്പം അഡീഷണൽ സെഷൻസ് ജഡ്ജാണുള്ളത്. കൂട്ടത്തിൽ പറഞ്ഞു പോയെന്നേ ഉള്ളൂ, നിങ്ങൾക്ക് എക്സാമിന് എവിടെയെങ്കിലും ഇത് ഉപകാരപ്പെടട്ടെ എന്ന് വെച്ചിട്ട്. അപ്പോൾ ഈച്ച് അതുപോലെ ഗ്രാമനായാലയിലെ
പ്രിസൈഡിംഗ് ഓഫീസറിനെ ഈച്ച് ഗ്രാമന്യായാലയ ഈസ് പ്രിസൈഡഡ് ഓവർ ബൈ എ ജുഡീഷ്യൽ ഓഫീസർ നോൺ ആസ് ന്യായാധികാരി. അതായത് ന്യായാധികാരി എന്നാണ് ഈ ഒരു ഓരോ ഗ്രാമന്യായാലയിലെയും ജുഡീഷ്യൽ ഓഫീസറിനെ വിളിക്കുന്ന പേര് കേട്ടോ, അത് മറക്കല്ല. ന്യായാധികാരി ന്യായാധികാരി ഈസ് അപ്പോയിന്റഡ് ബൈ ദി സ്റ്റേറ്റ് ഗവൺമെന്റ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദി ഹൈക്കോർട്ട്. അതായത് നമ്മളിപ്പോൾ KJSE അല്ലേ, കേരള ജുഡീഷ്യൽ സർവീസ് എക്സാമിനേഷൻ നടത്തി തന്നെ എടുക്കുന്ന ആൾ തന്നെയാണ് ഈ ന്യായാധികാരി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഇനി അടുത്തതിലേക്ക് പറയും, ഇതൊരു ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ സെയിം പവറാണ് ഇവർക്ക് കൊടുക്കുന്നത്. സോ ദ ന്യായാധികാരി ഈസ് appointed by the state government. അപ്പോയിന്റ് ചെയ്യുന്നത് ആരാ? സ്റ്റേറ്റ് ഗവൺമെൻറ്. ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദി ഹൈക്കോർട്ട്. ഹൈക്കോടതിയുടെ കൺസൾട്ടേഷനോട് കൂടി ആരപ്പോയിന്റ് ചെയ്യുന്നു? സ്റ്റേറ്റ് ഗവൺമെൻറ്. കാരണം ഗവർണറുടെ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചാണ് ഇവരുടെ ഒരു അപ്പോയിൻമെൻറ്റും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്, അറിയാമല്ലോ അത്. The qualifications are substantially similar to those required. സിമിലർ തന്നെയാണ് അപ്പോയിൻമെൻറ്റ് ആസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഓഫ് ഫസ്റ്റ് ക്ലാസ്. ദിസ് എൻഷുവേഴ്സ്. അപ്പോൾ ഇതിന് 2 ക്വസ്റ്റ്യൻ കിട്ടി. ഗ്രാമന്യായാലയയുടെ പ്രിസൈഡിംഗ് ഓഫീസറിൻ്റെ പേര് ന്യായാധികാരി. അദ്ദേഹത്തിന് ആരുടെ റാങ്കാണുള്ളത്? അത് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിൻ്റെ റാങ്കാണ്. അപ്പോൾ അതിനകത്ത് വേറെ പലതും ചോദിക്കും. പക്ഷെ നിങ്ങളെപ്പോഴും ചിന്തിക്കേണ്ടുന്ന ഓപ്ഷനിൽ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിൻ്റെ സെയിം റാങ്കാണുള്ളത്. This ensures professional judicial competence. The Nyayadhikari enjoys the same salary, service conditions and privileges as comparable to judicial officers. അത് അവർക്ക് ആ ഒരു ന്യായാലയത്തിൽ ഇരിക്കുന്നു, അതുകൊണ്ട് പ്രിസൈഡിംഗ് ഓഫീസറിൻ്റെ പേര് ന്യായാധികാരി എന്ന് മാത്രമേ ഉള്ളൂ. സെയിം പവറും കാര്യങ്ങളുമാണ് ഉള്ളത്. ദിസ് റീഇൻഫോഴ്സസ് ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസ്. ഓക്കെ, സ്റ്റാറ്റസ് ഓഫ് ദി ന്യായാധികാരി. എന്താണ് ന്യായാധികാരിയുടെ സ്റ്റാറ്റസ്? ദ ന്യായാധികാരി ഈസ് നോട്ട് എ വില്ലേജ് എൽഡർ, പൊളിറ്റിക്കൽ ലീഡർ ഓർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ. അതായത് ഒരു വില്ലേജിലുള്ള ഏറ്റവും മുതിർന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഓഫീസർ, അത് പൊളിറ്റിക്കലായിട്ടുള്ള ലീഡർ ഒന്നുമല്ല. അവരെന്താണ്? അവരെന്ന് പറയുന്നത് ഒരു ജുഡീഷ്യൽ പൊസിഷൻ, ജുഡീഷ്യൽ നേച്ചർ തന്നെയാണ്. ദ പൊസിഷൻ ഈസ് ജുഡീഷ്യൽ ഇൻ നേച്ചർ, ജുഡീഷ്യൽ തന്നെയാണ്. ദ ഓഫീസർ ഈസ് എക്സ്പെക്റ്റഡ് ടു ഫങ്ഷൻ ഇൻഡിപെൻഡൻ്റ്ലി ആൻഡ് ഇംപാർഷ്യലി. അവർ സാധാ പോലെ തന്നെ അവർ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം, ഇംപാർഷ്യൽ ആയിരിക്കണം. ദ ഹൈക്കോർട്ട് റീറ്റെയിൻ സൂപ്പർവൈസറി കൺട്രോൾ ഓവർ ഗ്രാമന്യായാലയാസ് ത്രൂ ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷണൽ പവേഴ്സ്. അതായത് ഹൈക്കോടതിയുടെ എപ്പോഴും ഹൈക്കോടതിയുടെ ഒരു കണ്ണ് അല്ലേ ഇവർക്ക് മീതെ ഉണ്ടാവും. നമ്മൾ കുറച്ചുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ദസ് ജുഡീഷ്യൽ അക്കൗണ്ടബിലിറ്റി റിമെയിൻസ് ഇൻടാക്ട്. അത് ജുഡീഷ്യൽ അക്കൗണ്ടബിലിറ്റി അവർക്ക് ഉത്തരവാദിത്തം പൂർണ്ണമായിട്ടും തന്നെ ഉണ്ട്. മൊബൈൽ കോർട്ട് കോൺസെപ്റ്റ്. വൺ ഓഫ് ദി മോസ്റ്റ് ഇന്നോവേറ്റീവ് ഫീച്ചർ ഓഫ് ദി ആക്ട് ഈസ് ദി കോൺസെപ്റ്റ് ഓഫ് മൊബൈൽ കോർട്ട്. എന്താണ് ഈ മൊബൈൽ കോർട്ട്? മൊബൈൽ കോർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അവരിലേക്ക് എത്തപ്പെടുകയാണ്, ജനങ്ങളിലേക്ക്. ദ ഗ്രാമന്യായാലയ മേ ഹോൾഡ് പ്രൊസീഡിംഗ് അറ്റ് എ ഡിഫറെൻറ്റ് ലൊക്കേഷൻ വിത്തിൻ ഇറ്റ്സ് ജൂറിസ്ഡിക്ഷൻ. അതായത് ഈ ജൂറിസ്ഡിക്ഷനിലുള്ള ഡിഫറെൻറ്റ് ലൊക്കേഷൻസിൽ ഇവർക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇൻസ്റ്റെഡ് ഓഫ് റിക്വയറിംഗ് വില്ലേജസ് ടു ട്രാവൽ ലോങ് ഡിസ്റ്റൻസ്, ദ കോർട്ട് മേ ട്രാവൽ ടു വില്ലേജസ്. ഇത് എത്രമാത്രം പ്രാപ്യമാണെന്നുള്ളത് ക്വസ്റ്റ്യനാണ്. പക്ഷേ ഇതിൻ്റെ കൺസെപ്റ്റ് പറയുന്ന, ആക്ട് പറയുന്നത് ജനങ്ങളിലേക്ക്. നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ ജസ്റ്റിസിന് വേണ്ടി നമ്മളോടാതെ ജസ്റ്റിസ് നമ്മളോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ഗ്രാമന്യായാലയ എന്ന് പറയുന്നത്. ദിസ് റിഫ്ലക്ട്സ് ദ ഫിലോസഫി ഓഫ് ജസ്റ്റിസ് അറ്റ് ദി ഡോർ സ്റ്റെപ്പ്. അതുകൊണ്ടാണ് ഈ മൊബൈൽ കോർട്ട് ജസ്റ്റിസ് അറ്റ് ഡോർ സ്റ്റെപ്പ് ഇങ്ങനെ 2-3 വാക്കുകൾ നിങ്ങൾ ഓർത്തിരിക്കണം. ദ മൊബൈൽ കോർട്ട് മെക്കാനിസം സിഗ്നിഫിക്കൻ്റ്ലി റെഡ്യൂസ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്, ഇതൊരു ഫിനാൻഷ്യൽ കൂടെ ആളുകൾക്കൊരു സ്റ്റേബിലിറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, ലിറ്റിഗേഷൻ എക്സ്പെൻസ് അല്ലേ, എത്രമാത്രം ചെലവ് ആകുന്നു എന്നുള്ളതാണ്. ഇൻകൺവീനിയൻസ് ടു ലിറ്റിഗൻസ്, ഇതൊക്കെ ഒഴിവാക്കുന്നു എന്നാണ് പറയുന്നത്. ദിസ് ഫീച്ചർ ഡിസ്റ്റിങ്വിഷസ് ഗ്രാമന്യായാലയസ് ഫ്രം കൺവെൻഷണൽ കോർട്ട്. ഇതൊരു ഒരു പരമ്പരാഗതമായ ഒരു കോടതിയിൽ നിന്നും ഒരുപാട് വ്യത്യാസം ഗ്രാമന്യായാലയക്കുണ്ട്. Criminal jurisdiction. The Act confers jurisdiction over specified criminal offence listed in the first schedule. ഈ ഒരു ആക്ടിൻ്റെ ഒരു ഫസ്റ്റ് സ്കെഡ്യൂളിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള ഒഫൻസുകളുണ്ട്. ആ ഒഫൻസുകൾക്കാണ് ഈ ആക്ട് ഉപയോഗിക്കുന്നത്. ജനറലി ഗ്രാമന്യായാലയസ് ഡീൽസ് വിത്ത് മൈനർ ഒഫൻസ് കേട്ടോ. വലിയ ഞാൻ പറഞ്ഞില്ലേ, ഒരുവൻ്റെ തലക്കടിച്ച് കൊല്ലുന്നു, ഇത് അല്ലെങ്കിൽ അവനെ മർഡർ കമ്മിറ്റ് ചെയ്യുന്നു, റേപ്പ് കമ്മിറ്റ് ചെയ്യുന്നു, ഇതൊന്നും റോബറി, അതിനൊന്നും ഏത് ആക്റ്റീവല്ല, നമ്മുടെ ഈ ഗ്രാമന്യായാലയ ആക്ട് എന്നും ബാധകമല്ല. മൈനർ ഒഫൻസ് ആണ്. ലെസ് സീരിയസ് ക്രിമിനൽ മാറ്റേഴ്സ്, അത് വലിയ സീരിയസ് അല്ലാത്ത ക്രിമിനൽ മാറ്റേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അഫ്രൈ പോലെ മൈനറായിട്ടുള്ള. പിന്നെ ഒഫൻസസ്, നമ്മളിപ്പോൾ ഈ ചെക്ക് കേസുകൾ, എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബിലോ 2 lakhs അല്ലെങ്കിൽ അപ് ടു 2 lakhs വരുന്ന ഇതിന് മാത്രമാണ് അവിടെ ചെക്ക്. NI ആക്ട് പ്രകാരം 138 കേസൊക്കെ ഗ്രാമന്യായാലയം ഫയൽ ചെയ്യാൻ പറ്റും. പക്ഷേ അതിന് ലിമിറ്റുണ്ട്, എമൗണ്ടിന് ലിമിറ്റുണ്ട്. ഓക്കെ,
ഒഫൻസസ് പണിഷബിൾ വിത്ത് റിലേറ്റീവ്ലി ലോവർ സെൻറ്റൻസസ്, അതായത് കുറച്ച് എമൗണ്ട് ഉള്ളത്. ദ പർപ്പസ് ഈസ് ടു എൻഷുർ സ്പീഡി ഡിസ്പോസൽ ഓഫ് റുട്ടീൻ ക്രിമിനൽ കേസസ്, അതായത് സ്പീഡി ഡിസ്പോസൽ. ഇപ്പം നമ്മൾ ഒരുപാട് സമയം എടുത്തുള്ളതല്ല, സ്പീഡി ആയിട്ട് ഇതിനെ ഒന്ന് ഡിസ്പോസ് ചെയ്യുക എന്നുള്ളതും കൂടെയാണ് നമ്മുടെ ഈ ആക്ട് ഇറ്റ്സെൽഫ് ആലോചിക്കുന്നതും അതിനെക്കുറിച്ചാണ് ഫോക്കസ് ചെയ്യുന്നതും. സീരിയസ് ഒഫൻസസ് റിമെയിൻ വിത്തിൻ ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് റെഗുലർ ക്രിമിനൽ കോഡ്സ്. ഇപ്പം നമ്മൾ 326 ഒക്കെ പറയുന്നു IPC-യിൽ അല്ലേ, ഗ്രീവിയസ് ഹർട്ട് പോലെയുള്ളത്, അതായത് ഡേഞ്ചറസ് വെപ്പൺ ഉപയോഗിച്ച് തലക്കടിക്കുക അല്ലെങ്കിൽ മാരകായുധം വെച്ച് ഉപയോഗിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ചധികം കാര്യങ്ങൾ, ഇതൊക്കെ ഈ സീരിയസ് ആയിട്ടുള്ള ഈ ഒരു പണിഷ്മെൻറ്റ് കൂടിയ ടൈപ്പ് വരുന്നതെല്ലാം അതെവിടെയാണ് കൈകാര്യം ചെയ്യുക? റെഗുലർ ആയിട്ടുള്ള ക്രിമിനൽ കോടതിയിലാണ് കൈകാര്യം ചെയ്യുക. നമ്മൾ ഇപ്പം ഒരു തട്ടുണ്ട്, അതിപ്പം ഫസ്റ്റ് സ്കെഡ്യൂളും ഇപ്പോൾ CRPC-യിലായാലും സ്കെഡ്യൂൾസ് ഉണ്ട് അല്ലേ, ബെയിലബിളും നോൺ ബെയിലബിളും ആയിട്ടുള്ള ഒഫൻസുകളുടെ. ആ ഒഫൻസുകളുടെ അനുസരിച്ചിട്ട് അതിനനുസരിച്ചാണ് നമുക്ക് പണിഷ്മെൻറ്റ് വരുന്നതും കോടതികൾ ട്രൈ ചെയ്യുന്നതും. ഇപ്പം മുനിസിപ്പൽ കോടതിയൊന്നുമല്ല നമ്മൾ ഈ ക്രിമിനൽ കേസ് കൈകാര്യം ചെയ്യുന്നത്, അത് മജിസ്ട്രേറ്റ് കോടതി തന്നെയാണ് അല്ലേ. അവിടെയാണ് ഈ ക്രിമിനൽ കേസിൻ്റെ ഒരു ഘട്ടം ഘട്ടമായിട്ട് തിരിക്കുന്നതും അതിനെ വിലയിരുത്തുന്നതും അതിന് റെസ്പെക്റ്റീവായിട്ടുള്ള പണിഷ്മെൻറ്റുകൾ കൊടുക്കുന്നതും. അപ്പോൾ ഓരോന്നിനും ഇതിപ്പോൾ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് പരിഷ്കരിച്ച് വന്നിരിക്കുന്ന BNSS പ്രകാരം എത്രയാ, 50,000 വരെ അവർക്ക് ഫൈൻ ഇമ്പോസ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അപ് ടു 3 yearsഉം 50,000. പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 10,000 രൂപ വരെയുള്ള ഫൈൻ ഇമ്പോസിഷൻ ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം അതിൽ നിന്ന് മാറ്റം വരുത്തിയിട്ട് 50,000 രൂപയാക്കി നിയമം റിപ്പീൽ ചെയ്ത് പോയപ്പോഴത്തേക്കും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഗ്രാമ ന്യായാലയെക്കുറിച്ച് സംസാരിക്കാനുള്ളത്.